ഹാപ്പി ന്യൂ ഇയർ കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും? ഞങ്ങളിതിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പൂസിൻ്റെ പനിയാണ്. വേറെ കാര്യങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നേ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് അങ്ങോട്ട് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിക്കോളൂ. കൂടെ ബെല്ലൈക്കണോ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലും നമുക്ക്. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ഒരുപാട് നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ ഇന്നൊരു കുക്കിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് നമ്മളൊരു ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നും കുറച്ച് പുല്ല് പറിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതേ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അധികം നമ്മൾ മഴക്കാലത്തുള്ള പോലെ അങ്ങനെ അങ്ങോട്ട് അത്ര അധികം പുല്ലൊന്നും മുളയ്ക്കുന്നില്ല കേട്ടോ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അപ്പൂസും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നുള്ളതുപോലെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ലല്ലോ, നിങ്ങളെങ്ങനെ ഞാൻ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിരിക്കുകയാണേ. അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ഉണ്ട് കേട്ടോ. അതാരും കാണാൻ മറക്കരുത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരും എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കാണണ്ട. എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണാതെ കമൻറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആരെയും നിർബന്ധിക്കണമൊന്നുമില്ല വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഗുണം ചെയ്തിട്ടില്ലെങ്കിലും ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പൂസൊക്കെ അംഗനവാടിയിൽ നിന്ന് അപ്പൂസ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അപ്പൂസും ഹസ്ബൻഡും കൂടിയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയത്. ഇന്ന് സ്കൂൾ തുറന്നു കേട്ടോ. ഇന്ന് മനുവിനൊക്കെ സ്കൂൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെ ഉണ്ടാവില്ല, ഇനി ബുധനാഴ്ച ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടിക്കലൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ആദ്യം എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2-3 മുരിങ്ങ നമ്മൾ പൊട്ടിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഇത് നമ്മൾ വെറുതെ ഒരു താളിപ്പ് പോലെ കറി ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഇല്ലി മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അപ്പൂസ് അത് നേന്തി വലിഞ്ഞ് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങ നമ്മൾ മുറ്റത്തിൻ്റെ നേരെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് അതിങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ എത്തും, അവനിങ്ങനെ കൈ നീട്ടി എത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിങ്ങനെ ഞാൻ പറിക്കാൻ വന്നപ്പോൾ വേഗം അവനത് എടുത്ത് പറിക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ പറിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പുഴുള്ള ഇല ഉണ്ടോ, കേട് വന്ന ഇല ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കാറ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ നോക്കിയെടുക്കണത്. കാരണം നേരെ അവൻ്റെ കയ്യിൽ കൊടുത്താൽ പിന്നെ അവൻ നേരെ അകത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ. പിന്നെ അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം കേട്ടോ. ഞാൻ തുണി എടുക്കാൻ വേണ്ടി നിന്ന സമയത്താണ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ അവന് എന്നെക്കാളും മുന്നേ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വൈകുന്നേരം ആകുമ്പോഴാണ് പനി തുടങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര എടുക്കലാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഈ തുണി എടുക്കുമ്പോഴും പുഴും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാത്തൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വേഗം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അവനെടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഞാൻ വേഗം വന്നതാണ് കേട്ടോ. അവൻ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് നേരെ ഒന്ന് താഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ മണ്ണിലേക്കൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് വീണ്ടും അലക്കേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തുണിയെടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഉണങ്ങാത്തത് ചെറിയതൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉണങ്ങിയത് മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അധികം അവിടെ വെച്ചേക്കൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കാൻ നമ്മൾ അടുപ്പ് ചുക്കുവെള്ളം ഉണ്ടാക്കാൻ തിളപ്പിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിറക് കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെയുള്ള വിറകെടുത്തിട്ട് വെള്ളം ഉണ്ടാക്കും. കിട്ടാത്ത സമയത്ത് പിന്നെ അതിനായിട്ട് ഞാൻ പോകാറൊന്നുമില്ല കേട്ടോ. ഗ്യാസിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. കിട്ടണത് എപ്പോഴാണോ അപ്പം അങ്ങോട്ട്
വെക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറ്റി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതേ ഒരു നാരങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് മനു കടയിൽ പോയിരുന്ന സമയത്ത് ഒരു നാരങ്ങ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ അതിൽ തന്നെ പകുതി മുറിച്ചെടുത്തിട്ട് പകുതി ഞാൻ ഉപ്പിട്ടിട്ട് കുടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പറയുമ്പോൾ എനിക്ക് ഷുഗറാണ് കുറവ്, പക്ഷേ എന്നാൽ കൂടി എനിക്ക് ഉപ്പിട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം കേട്ടോ. മധുരം താല്പര്യമല്ലേ. അപ്പോൾ അങ്ങനെ ദേ അതൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ദേ ഇവർ ഡോക്ടറൊക്കെ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ നമ്മളെ കിടിലൻ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ചിക്കൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം. അപ്പം ഞാനിതേ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ജീരുള്ളി, ആ ജീരുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ജീരുള്ളി വെച്ചിട്ടാണ് ജീരുള്ളിയും പിന്നെ അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ചെടുത്തു. എന്നിട്ട് അത് പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇങ്ങോട്ട് എന്താ പറയുക വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ ഞാനൊരു 1.5 തക്കാളി, ചെറിയ തക്കാളി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 തക്കാളി എടുത്തിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്നിങ്ങനെ വറ്റി വറ്റി വരുമല്ലോ, അങ്ങനെ തക്കാളിയിലത്തെ വെള്ളം അല്ലാതെ നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വറ്റി വന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കലും പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ച ചിക്കനായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി സോസ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അവർ ഹോസ്പിറ്റലിൽ പോയി വന്നു, ആ വന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് അത് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ കുറച്ചൊന്നും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ അരവിലേക്ക് നമ്മൾ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പരന്നൊരു പാനിലാണ് ഇത് വെച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ചെയ്ത് നോക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വേഗം ഒന്ന് ചെയ്ത് നോക്കുക കൂടെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ. നമ്മൾ സവാള ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ജീരുള്ളി മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്ത കൂട്ടുകാർ തീർച്ചയായും ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നെ അത് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കറിവേപ്പിലയും കൂടി അതൊക്കെ ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ വെച്ചതാണേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 8ൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്താണെന്നറിയണ്ടേ നിങ്ങൾക്ക്? ഇതായി കാണുന്നതാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഞാൻ അവിടെ തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അരയ്ക്കണ സമയത്ത് ഞാനതായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അരഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ തുറന്ന ആ ഒരു ടൈമിൽ തന്നെ അപ്പൂസ് വരലും അത് ഓണാക്കലും കഴിഞ്ഞു. ഫുൾ അവിടെ തെറിച്ച് പോയിട്ടോ. എൻ്റെ മേലുകൂടെയും ചുമരിലൂടെയും നിലത്ത് കൂടെ മിക്സിയിലൂടെയും അതുപോലെ തന്നെ വേറെ എന്ന് പറയാനുള്ള എന്താണെന്നറിയോ, എൻ്റെ ട്രൈപോഡും അതുപോലെ ഫോണും ഒക്കെ തക്കാളിയിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഫോണ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ചുമരൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ. പിന്നെ ഫോണിലൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അതിൻ്റെ കവർ, ഫോണിൻ്റെ കേസൊക്കെ ഊരി അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതുപോലെ തന്നെ ക്യാമറയിൽ കൂടെയൊക്കെയാണ് തക്കാളി ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് തുടയ്ക്കാൻ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ് നോക്കിയിട്ട് കാണാനുമില്ല. ഇതാണെങ്കിൽ പൊട്ടിക്കാത്തൊരു ബോക്സാണ് കിട്ടിയത് കേട്ടോ. പൊട്ടിച്ചൊരു ബോക്സ് ഉണ്ടായിരുന്നേ, അപ്പോൾ അത് തിരഞ്ഞിട്ട് കാണാനുമില്ല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അത് തിരഞ്ഞിട്ട് നിൽക്കാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം പൊട്ടിക്കാത്ത ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് അതിൽ നിന്നൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാനിനി എടുക്കേണ്ടത് കാണേണ്ട താമസമേ ഉള്ളൂ. പിന്നെ അതൊന്ന് ഓരോന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൂസിൻ്റെ അടുത്ത് നിന്ന്. ഏതായാലും ഞാൻ എടുക്കുന്ന സമയത്ത് അപ്പൂസ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനി അതവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അവനത് പൊട്ടിച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് അതവിടെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അതൊന്നും ഒരു ടിഷ്യൂ പേപ്പറും കൂടെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു കേട്ടോ കേസ്. ഇതൊക്കെ ഞാൻ കഴുകിയിട്ട് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫോണൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. പിന്നെ മുരിങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നു, മുരിങ്ങയുടെ മരം വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ മുരിങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് വലിയ തണ്ടൊക്കെ ഞാൻ വേഗം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് അകത്ത് കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് നന്നാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ മറ്റേ പീസുകളൊന്നും വേണ്ടാത്തതൊക്കെ കളഞ്ഞ് ഇലയിലേക്ക്
കടലാസിലേക്ക് നല്ല പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ദേ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് നന്നാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നും കൂടി രേഖപ്പെടുത്തിക്കോളൂ കമൻറ്റായിട്ട്. അതിലിപ്പോൾ എന്താ അത്ര പ്രശ്നമുള്ളത്? അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു പുതുവത്സരാശംസകൾ കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വർഷം തന്നെ ആവട്ടെ. ഈ വീഡിയോ ഞാൻ ചൊവ്വാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ, സീ യു.